Second question, draw a right triangle and perpendicular from the midpoint of the hypotenuse to the base. നേരത്തെ അതേ കണ്ടീഷൻ. Two parts are there. Prove that this perpendicular is half the perpendicular sides of the large triangle. ഈ perpendicular എന്ന് പറയുന്നത് prove that this perpendicular is half the perpendicular side of the large triangle. ഈ ലൈനിൻ്റെ ഹാഫ് ആയിരിക്കും ഇതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അടുത്തത് പ്രൂവ് ദാറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇനി ഈ പെർപെൻഡിക്കുലർ ഈ ബോട്ടം സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടും കൂടി ഉണ്ട് അതിന്. ഒരു പാർട്ടല്ല, രണ്ട് പാർട്ട്. അതെന്താണ്? പ്രൂവ് ദാറ്റ് ഇൻ ദ ലാർജ് ട്രയാങ്കിൾ ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ഹൈപ്പോട്ടേനിയസ് ടു ഓൾ ദ വെർട്ടിസസ് ആർ ഈക്വൽ. അതായത് ഹൈപ്പോട്ടേനിയസിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് എല്ലാ വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് ദ സർക്കം സെൻറ്റർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടേനിയസ്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണം ഉണ്ട്, 4 പാർട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, കറക്റ്റായിട്ട് ഫുൾ എഴുതിയെടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് 2 പാർട്ടും കൂടെ ഒരിടത്തും വരും, സെക്കൻഡ് 2 പാർട്ടും കൂടെ ഒന്നിച്ചും വരും. അതായത് 3ഉം 4ഉം കൂടെ. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ എഴുതിയല്ലോ, നമ്മൾ നോക്കുക. ഇതേ ഫിഗർ ഇങ്ങോട്ട് വരച്ചു. ട്രയാങ്കിൾ എ ബി സി എന്ന് പേര് കൊടുത്തു. മിഡ് പോയിൻ്റ് ഇതാണ് ഡി. നേരത്തെ ക്വസ്റ്റ്യനിൽ സെയിം തന്നെ. എ ബി ഈസ് പാരലൽ ടു ഡി ഇ. നേരത്തെ കണ്ടതാണ് ഡി ഇ. കാരണം എ ബി ആൻഡ് ഡി ഇ ആർ പെർപെൻഡിക്കുലർ ടു ദ സൈഡ് ബി സി. ഒരേ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ലൈൻസ് ഉറപ്പായിട്ടും പാരലലായിരിക്കും. ഇനി ഇത് രണ്ടും പാരലാണെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡിന് ഒരു ലൈൻ പാരലാണെങ്കിൽ അപ്പം മറ്റ് 2 സൈഡ്സ്, ഈ പാരലൽ ലൈൻസ് വന്ന് കട്ട് ചെയ്യുന്ന മറ്റ് 2 സൈഡ്സ് ഒരേ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എ ഡി ബൈ ഡി സി ഈസ് ഈക്വൽ ടു ബി ഇ ബൈ ഇ സി. അപ്പം ഇത് മിഡ് പോയിൻ്റ് ആണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഡി സിയും ഡി എയും ഈക്വൽ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി എക്സ്. ഈ ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി. ഇത് വൈ എന്ന് എടുത്തു, ഇത് എക്സ് എന്ന് എടുത്തത് കൊണ്ട് കേട്ടോ, ഇത് എക്സ് എന്നാണ്. അപ്പം എ ഡി ബൈ ഡി സി ഈസ് ഈക്വൽ ടു ബി ഇ ബൈ ഇ സി എന്നാണ്. എക്സ് ആൻഡ് എക്സ്. അപ്പോൾ എക്സ് ബൈ എക്സ് 1 ആയതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വന്നത്. അപ്പോൾ എ ഡി ബൈ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് 1 എന്ന് വന്നു. ഇത് 1 ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വലും ആയതുകൊണ്ട് ബി ഇ ബൈ ഇ സി ഈസ് ഈക്വൽ ടു 1. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഫ്രാക്ഷൻ 1 ആണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ സെയിം. ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി. ബി ഇ ഇതാണ്, ഇത് ഇ സി ആണ്. പിന്നെ നമുക്ക് വൈ എന്ന് പേര് കൊടുക്കാം. വൈ സേ എന്ന് എഴുതുക, നമ്മളായിട്ട് പേര് കൊടുത്തതാണ്. ഇതാണ് സെക്കൻഡ് പാർട്ട്. ആക്ച്വലി സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കി. പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിൾ ഈ വലിയ എ ബി സി ആണ്, അതിൻ്റെ ബോട്ടം സൈഡിനെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുന്നു. അതല്ലേ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ബി ഇ ഈസ് ഈക്വൽ ടു ഇ സി എന്നാണ്. നമ്മളത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു. അതാണ് സെക്കൻഡ് പാർട്ടാണിത്. ഇനി ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഈ എ ബി ഇതിൻ്റെ ഹാഫ് ആണെന്ന് കാണിക്കാൻ. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, വലിയ ട്രയാങ്കിൾ എ ബി ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടേനിയസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കാരണം എ ബി ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പോൾ കണ്ടോ, എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. What is AC square? AC is x and x. That means 2x. 2x whole square minus. What is BC? Y and y. That means 2y whole square is equal to root of 2x whole square is square of 2 is 4 and square of x is x square. 4x square minus square of 2 is 4 and square of y is y square and 4x square minus 4y square. Then root of taking 4 outside, 4 into x square minus y square. Then you know square root of 4 is 2. Then we can write 2 outside and root of x square minus y square. Okay. Then we had found out that AB is equal to 2 times root of x square minus y square. Then small triangle, right triangle DEC, DE is equal to, this also is a right triangle, DE is equal to, again using Pythagoras theorem, root of hypotenuse square minus base square.
That means D is equal to root of x square minus y square. Then you look, DE is equal to root of x square minus y square, and AB is equal to 2 times of this root of x square minus y square. That means ഈ എ ബി എന്നുള്ളത് ഡിയുടെ 2 ടൈംസ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദെർഫോർ എ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡി ഇ. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ, ഈ പെർപെൻഡിക്കുലർ ഹാഫ് ദ ലാർജ് സൈഡ് ഓഫ് ദ ഹാഫ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ എന്നായിരുന്നു. അപ്പോൾ എ ബിയുടെ ഹാഫാണ് ഡി ബി. അപ്പോൾ കണ്ടോ, എ ബിയുടെ ഹാഫ് അല്ലേ, അതായത് എ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഹാഫാണ് ഡി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം സെക്കൻഡ് പാർട്ട് ഇവിടെ നിന്ന് തന്നെ പ്രൂവ് ചെയ്തു. അപ്പോൾ 2 പാർട്ടും ആയി. ഇനി തേർഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് ദ ലാർജ് ട്രയാങ്കിൾ ഈസ് ദ ഡിസ്റ്റൻസ് the distance from the midpoint of the hypotenuse to all the vertices are equal. അതായത് ഒന്നുകൂടി ആ ഫിഗർ വരച്ചിരിക്കുകയാണ്. കാരണം ഇതാണല്ലോ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിൻറ്റ്. ഈ ഡിയിൽ നിന്ന് ഈ വലിയ ട്രയാങ്കിളായ എ ബി സിയുടെ ഓരോ വെർട്ടെക്സിലേക്കും, ഡിയിൽ നിന്ന് 3 വെർട്ടെക്സാണ് ഉള്ളത് വലിയ ട്രയാങ്കിൾ എ ബി ആൻഡ് സി. ഇപ്പോൾ ഡിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓൾറെഡി വി നോ ദാറ്റ് ഡി എ ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ? ഇത് രണ്ടും എക്സ് ആണെന്ന് നമുക്കറിയാം, ബിക്കോസ് ഡി ഇസ് ദ മിഡ് പോയിൻ്റ് ഓഫ് സൈഡ് എ സി. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡി ബിയും എക്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിവിടെ എഴുതിയിട്ടുണ്ട് ടീച്ചർ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി എ ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു ഡി ബി. വി ഹാവ് ഡി എ ഈസ് ഈക്വൽ ടു ഡി സി ഈക്വൽ ടു എക്സ്. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി ബി ഈസ് ഈക്വൽ ടു എക്സ്. ഈ ടു പ്രൂവ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്നാണ് ഓർക്കേണ്ടത്. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡി ബി ഈസ് ഈക്വൽ ടു എക്സ്. അത് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇനി നോക്കുക, ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഡി ഇ ബി. ഈ ഡി ഇ ബിയിലെ കാര്യം നോക്കുക. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഡി എന്താണെന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പം ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഡി ഇ ബി, ഇ ബി ഈസ് ഈക്വൽ ടു വൈ. ഈ റൈറ്റ് ട്രയാങ്കിളാണ് എടുക്കുന്നത്. ഇതിലെ ഇ ബി വൈ ആണ്. ഈ ഡി ഓൾറെഡി വി ഹാഡ് ഫൗണ്ട് ദാറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എബോവ് പ്രൂവ്ഡ് എന്ന് ഇവിടെയുണ്ട്. അപ്പം ഡി ബി ആണ് ഇനി കാണുന്നത്. ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഡി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നായിരുന്നു, അതിൻ്റെ സ്ക്വയർ. ഇനി ഇങ്ങോട്ട് നോക്കുക, ഇതിൽ റൂട്ട് ഓഫ് വൈ സ്ക്വയർ അതേപോലെ തന്നെ നമ്മൾ എഴുതി, റൂട്ട് ഓഫ് വൈ സ്ക്വയർ അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു. ഇനി ഈ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ റൂട്ട് ഒഴിവാക്കിയാൽ മതി. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങ് കട്ടായി പോയി, 0 ആയിപ്പോയി. ഇതിൻ്റെ റൂട്ടിനുള്ളിൽ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആ ഡി ബിയും ഇപ്പോൾ എക്സ് ആണ് കിട്ടി. അപ്പോൾ എല്ലാം മറ്റേത് രണ്ടും ഓൾറെഡി എക്സ് ആയിരുന്നു. അപ്പോൾ ഡി എ ഈസ് ഈക്വൽ ടു ഡി ബി ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും മൂന്നാമത്തെ പാർട്ടും പ്രൂവായി. ഇനി പ്രൂവ് ദാറ്റ് ദ സർക്കം സെൻറ്റർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ, ഈ എ ബി സി എന്നുള്ള ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ഇങ്ങനെ 3 വെർട്ടെക്സിലും കൂടെ കടന്നു പോകുന്ന സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററാണ് ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കണ്ടതേ ഉള്ളൂ, ഈ ഡിയിൽ നിന്ന് എ ബി സിയുടെ 3 വെർട്ടെക്സിലേക്കും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഡി എ ഡി ബി ഡി സി അതിനെ അങ്ങോട്ട് റേഡിയസ് ആയിട്ട് എടുത്ത് ഡി സെൻറ്റർ ആക്കിയിട്ടൊരു സർക്കിൾ വരച്ച് ഉറപ്പായിട്ട് സർക്കം സെൻറ്റർ ആയിരിക്കുമല്ലോ ഡി. അപ്പം അതിനെപ്പറ്റി പറയണം. ഹിയർ ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ് എ സിയുടെ മിഡ് പോയിൻ്റാണ് ഡി. ആൻഡ് ഡി എ ഈസ് ഈക്വൽ ടു ഡി ബി ഈസ് ഈക്വൽ ടു ഡി സി. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടേക്കിംഗ് ഡി ആസ് ദ സെൻറ്റർ വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിങ് ത്രൂ എ ബി ആൻഡ് സി. അതായത് 3 വെർട്ടെക്സിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കിട്ടും. ദെർഫോർ ഡി ഈസ് ദ സർക്കം സെൻറ്റർ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യാനുസരണം പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുക്കുക.